കൊല്ലം മൈനാഗപ്പള്ളി ആണൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ശ്രീകുട്ടിയെയും അജ്മലിനെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. അരുൺരാജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺരാജ്, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ സംഭവ സ്ഥലത്തേക്ക്, അതായത് ആനൂർക്കാവിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ വലിയൊരു ജനാവലി തന്നെയാണ് ഇരുവരെയും കാണാൻ ഇവിടെ കാത്തുനിന്നത്. കാരണം വലിയ പ്രതിഷേധം പോലീസിന് നേരെയും ഈ പ്രതികൾക്ക് നേരെയും ഇവിടെ നിന്നുണ്ടാവുകയായിരുന്നു. തുടർന്ന് ഇവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ ഇവിടെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഇവർക്ക് മടങ്ങിപ്പോകേണ്ട സ്ഥിതി വന്നു. പോലീസിന് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ സഹിക്കുന്നില്ല, പിന്നെ മക്കളെങ്ങനെ സഹിക്കും? നിങ്ങൾ പറ, നിങ്ങൾക്കൊക്കെ അമ്മമാരില്ല, നിങ്ങൾക്കൊക്കെ അമ്മമാരുണ്ടല്ലോ, ഞങ്ങൾ അവളെങ്ങനെയാണ് കണ്ടത്? ഓരോരുത്തരുടെയും വികാരം ഇങ്ങനെയാണ്. കാരണം അത്ര വൈകാരികമായ രീതിയിലാണ് ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതികളെ ഒരു തവണ പോലും വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാഹനത്തിനുള്ളിൽ വെച്ച് പോലും പ്രതികൾക്ക് ഈ സംഭവ സ്ഥലം ചൂണ്ടിക്കാട്ടുവാനോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനോട് പറയുവാനോ കഴിഞ്ഞില്ല. അത്രത്തോളം ജനം വളരെ രീതിയിൽ വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഒടുവിൽ പോലീസ് ഈ പ്രതികളുമായി ഇവിടെ നിന്ന് പോകേണ്ട സ്ഥിതിയടക്കം വരികയും ചെയ്തു. കാരണം തെളിവെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ പോലീസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക് എത്തിയാൽ അത്ര വലിയ വൈകാരികമായി അല്ലെങ്കിൽ അത്രത്തോളം ജനരോക്ഷം ഇവിടെ ഉണ്ട് ആ പ്രതികൾക്കെതിരെ എന്നുള്ളത്. അതുകൊണ്ട് ഈ കൂടുതൽ പോലീസിന് ഈ വലിയ ഫോഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പ്രതികളെ ഇറക്കി തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുന്ന നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ ജനാവലി തന്നെ ഈ സ്ഥലത്ത്, ഇതായത് ആനൂർക്കാവാണ്, ഈ സ്ഥലത്ത് വെച്ചാണ് കുഞ്ഞുമോളുടെ വാഹനത്തിൽ അജ്മലും ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ എത്തുകയും ഇടിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര വൈകാരികമായി ഈ സ്ഥലത്ത് കുഞ്ഞുമോളുടെ സ്ഥലവും ഇവിടെ സമീപമാണ്. അതുകൊണ്ട് ജനങ്ങൾ വലിയ രോക്ഷത്തിലാണ് എന്ന് പോലീസ് നേരത്തെ കോടതിയെ തന്നെ ബോധിപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിനായി പ്രതികളുമായി എത്തിയത്. എന്തായാലും ഈ കുഞ്ഞുമോളുടെ മകളാണ്. അവര് വളരെ വൈകാരികമായി ഈ വിഷയത്തെ ഇപ്പോഴും അവര് രണ്ടുപേരെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുത്തോ, ഗുണം പിടിക്കത്തില്ല. അവര് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയതാ. പ്രജിൻ, ഇത് കുഞ്ഞുമോളുടെ മകളാണ്. സ്വാഭാവികമായും അത്രത്തോളം വേദന അവർക്ക് ഇപ്പോഴും ഉണ്ട്. ആ വേദനയുടെ ഒരു ആഴത്തിൽ നിന്ന് അവർ ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഒരു ജനസമൂഹം മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഈ അജ്മലിനെ സംബന്ധിച്ച് ഒരു ക്രിമിനൽ പശ്ചാത്തലമടക്കം ഈ ജനങ്ങൾക്ക് കൃത്യമായി അറിവുള്ളതാണ്. അതിനപ്പുറം ഒരു മദ്യലഹരിയിലെത്തി അവർ ജനങ്ങൾ ആവശ്യപ്പെട്ട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് അത് നിർത്താതെ വീണ്ടും ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ഒരു സംഭവം. അത് അത്രത്തോളം വൈകാരികമായി ജനം അതിനെ എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. എന്തായാലും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ച് അനിവാര്യമായ ഘടകമാണ്. ഇന്ന് വാദത്തിനിടയിൽ പോലും പ്രോസിക്യൂഷൻ അടക്കം മുന്നോട്ട് വെച്ചത് ജനത്തിന്റെ വലിയ രോക്ഷമുണ്ടാകും, അതുകൊണ്ട് തെളിവെടുപ്പിന് കൂടുതൽ സമയം വേണമെന്നാണ്. പക്ഷെ അത് കോടതി ആദ്യഘട്ടത്തിൽ അത് പരിഗണനയ്ക്ക് എത്തിച്ചില്ല. എന്തായാലും ഇന്നത്തെ വിഷയം പോലീസ് സ്വാഭാവികമായും കോടതിയുടെ മുമ്പിലേക്ക് എത്തും. കൂടുതൽ ദിവസം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമടക്കം പോലീസ് വെക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു നാടൊന്നാകെ ഈ വിഷയത്തിലുള്ള രോക്ഷം പ്രകടിപ്പിക്കാൻ ഇവിടേക്ക് വന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. പ്രജിൻ, എന്തായാലും ഈ അടുത്ത സ്ഥലത്തേക്ക്, ഈ പ്രതികളുമായി അടുത്ത സ്ഥലത്തേക്കാണ് നിലവിൽ പോലീസ് പോയിട്ടുള്ളത്. കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് ആണൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായതിന്റെ തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് വലിയ ജനരോഷം ഉണ്ടായതിനെ തുടർന്ന് പ്രതികളെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം വീണ്ടും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് അരുൺരാജ് അവിടെ നൽകിയ റിപ്പോർട്ട്.